സാധനം ഓൺലൈനിൽ വീട്ടിലെത്തുമെങ്കിലും പരാതിയുടെ എണ്ണത്തിൽ ഒന്നാം സ്ഥാനം. റീഫണ്ട് കിട്ടാൻ ഇ-കൊമേഴ്സ് മേഖലയിലെ ഉപയോക്താക്കൾ കഴിഞ്ഞ മാസം നൽകിയ പരാതികൾ 3594. നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ ഇടപെട്ട് തിരിച്ചു നൽകിയ തുക 1.34 കോടി. ട്രാവൽ ടൂറിസം മേഖല പരാതിക്കാര്യത്തിൽ രണ്ടാം സ്ഥാനത്ത്. പകരച്ചുങ്കവും പിഴച്ചുങ്കവുമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% നികുതി ഈടാക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ച് അമേരിക്ക. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുകയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മഹാരാജ നികുതി ചുമത്തുകയും ചെയ്യുന്ന ഇന്ത്യയോട് മയമില്ലാതെ മുന്നോട്ടു പോയേക്കുമെന്ന് വൈറ്റ് ഹൌസ് ട്രേഡ് അഡ്വൈസർ പീറ്റർ നവാരോ. ലക്ഷാധിപതികളായ നികുതിദായകർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായി കർണാടക. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യുന്ന 5-ൽ-1 വരുമാനം 12 മുതൽ 50 ലക്ഷം വരെയെന്ന് ലോക്സഭയിൽ ധനമന്ത്രാലയം. റിട്ടേൺ നൽകുന്നവരിൽ 20.6% പ്രതിമാസം 1 ലക്ഷത്തിൽ കൂടുതൽ സമ്പാദിക്കുന്നവരാണ്. തൊട്ടുപിന്നിൽ തെലങ്കാന, ജാർഖണ്ഡ്. ഇന്ത്യയിലെ ആദ്യ ഓഫീസ് ഡൽഹിയിൽ തുറക്കാൻ നിർമ്മിത ബുദ്ധി അതികായരായ OpenAI. ചാറ്റ് GPT-യിൽ ലോകത്തെ രണ്ടാമത്തെ വലിയ വിപണിയാണ് ഇന്ത്യ. കേരളത്തിലെ വ്യവസായ വൈവിധ്യം വിപുലമാക്കി ഗൗതം അദാനി. കളമശ്ശേരിയിൽ അദാനി ലോജിസ്റ്റിക്സ് പാർക്കിന്റെ നിർമ്മാണ ഉദ്ഘാടനം ശനിയാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 70 ഏക്കറിൽ 600 കോടി രൂപ നിക്ഷേപം. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.